അങ്ങനെ ദിയ കൃഷ്ണ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൃഷ്ണകുമാർ ഫാമിലിയിലെ സകലെണ്ണവും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എയറിലായിരുന്നല്ലോ. എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്നെങ്കിൽ അഹാൻ ഉണ്ടാക്കിയ പ്രശ്നമാവും, അല്ലെങ്കിൽ ദിയ, അല്ലെങ്കിൽ ഹൻസിക. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കുറെ കാലമായിട്ട് ഇതാണല്ലോ അവസ്ഥ. പക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഏറി കയറിയ ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം ഉണ്ടാവുകയുള്ളൂ. അതാണ് ദിയ കൃഷ്ണ. ദിയ വാ തുറന്നാ പോയി, അതായിരുന്നു അവസ്ഥ. അഹങ്കാരം നിറഞ്ഞ സംസാരമാണ് ദിയയുടേത് എന്ന് പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള അശ്വിനെ വീട്ടുകാരെയും ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും ദിയ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ അടുത്ത കാലത്തായി ദിയയുടെ ഓൺലൈൻ ബിസിനസിനെ ചുറ്റിപ്പറ്റിയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓവർ പ്രൈസഡ് ആണ്, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്നും ഏറി പോകാമെന്നായിരുന്നു നമ്മുടെ ചേച്ചിയുടെ വിധി. എന്തായാലും എല്ലാത്തിനും മറുപടി ആയിട്ട് ദിയ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചേച്ചിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. എന്നെ സ്നേഹിച്ച്, എന്റെ ഫാമിലിയെ സ്നേഹിച്ച്, അവരുടെ വ്ളോഗ്സും എന്റെ വ്ളോഗ്സും ഒക്കെ ഡെയിലി കാണുന്നു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ഇപ്പോൾ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് എന്റെ ഒരു സൈഡിലൊരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ ഞാൻ വ്ളോഗ് ഇട്ട് പോകുന്നതാണ്. അല്ലാതെ ഞാൻ എന്താ പറയാ ആരെയും വെറുപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഓമിക്കുട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്ളോഗ് ഇടുന്ന ഒരാളാണ്. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ വ്ളോഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ദിയ എന്താണെന്ന് അറിയോ, വലിയ വലിയ ഇൻഫ്ലുവൻസർമാരുടെയും വ്ളോഗർമാരുടെയും സ്ഥിരം പരിപാടിയാണ്. ഞാൻ ഒരുപാട് വളർന്നു, എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇതുപോലെ ഡയലോഗ് അടിച്ചു വരുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാരും വ്ളോഗർമാരും ഉണ്ട് എന്നുള്ളതാണ് സത്യം. വിമർശനങ്ങൾ ഇവർക്ക് സഹിക്കൂല. ഇപ്പൊ ഇവിടെ ദിയ പറഞ്ഞു, എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നതിലൂടെ ദിയ ഉദ്ദേശിച്ചത് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവർ മാത്രം എന്റെ വ്ളോഗ് കണ്ടാൽ മതി, അല്ലാത്തവർ കഷ്ടപ്പെട്ട് കാണണമെന്നില്ല എന്നത് മാത്രമാണ് ദിയ ഇവിടെ ഉദ്ദേശിച്ചത്. വ്ളോഗിങ്ങിന് തുടക്കകാലത്തായിരുന്നെങ്കിൽ ദിയ എങ്ങനെ പറയുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരിക്കലുമില്ല. എത്ര വിമർശനങ്ങൾ വന്നാലും ആരെയും കുറ്റപ്പെടുത്താൻ ദിയ തയ്യാറാവുമായിരുന്നില്ല. കാരണം തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരെ വെറുപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ സപ്പോർട്ട് കിട്ടൂലല്ലോ. സോ ആ ഒരു പേടി കൊണ്ട് തന്നെ ഇജ്ജാതി വർത്തമാനം പറയാൻ ദിയ എന്നല്ല ഒരു ബിഗിനറും തയ്യാറാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ ദിയന്റെ അവസ്ഥ. 1.5 മില്യൺ ഫോളോവേഴ്സ് ആയി, എങ്ങനെ വീഡിയോ ചെയ്താലും അത്യാവശ്യം വ്യൂസും കിട്ടുന്നുണ്ട്. അതുകൂടാതെ മറ്റു ബിസിനസ്സുകൾ വേറെയും നല്ല വരുമാനവും ഉണ്ട്. സോ ഇനിയിപ്പോ എല്ലാവരും വീഡിയോ കാണണമെന്നൊന്നും ഇല്ലല്ലോ അല്ലെ. ദിയ എസ്റ്റാബ്ലിഷ്ഡ് ആയല്ലോ. ഇനിയിപ്പോ ആരുടെയും ആവശ്യമില്ല. ദിയ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങൾ പറഞ്ഞല്ലോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്ന്. സത്യത്തിൽ ഇന്ന് നിങ്ങളെ വിമർശിക്കുന്ന ആളുകൾ പണ്ട് നിങ്ങളെ സ്നേഹിച്ചവർ തന്നെയാണ്. നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരാണ്. പക്ഷേ പോകെ പോകെ നിങ്ങളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയതോടെ അത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ വിമർശിക്കാൻ തുടങ്ങി. നിങ്ങൾ പബ്ലിക്കായി ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാണെങ്കിൽ ആളുകൾ അത് വിമർശിക്കും. ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. വിമർശനത്തിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടോ തിരുത്താനുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് പകരം എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്റെ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർ കാണേണ്ടതെന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ടെലഗ്രാമിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കോ. എന്നിട്ട് വീഡിയോ അതിലേക്ക് സെൻഡ് ചെയ്താൽ പോരെ. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷനൊക്കെ ഓണാക്കി വെച്ചിട്ട് യൂട്യൂബിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? അപ്പൊ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ലക്ഷ്യമാക്കിയാണ് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ മാത്രമല്ല, ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും യൂട്യൂബിലെ പൈസ കണ്ടിട്ട് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ വിമർശനത്തെ സ്വീകരിക്കാനും അംഗീകരിക്കാനും താല്പര്യമില്ല. എന്നെ ഇഷ്ടപ്പെട്ടവർ മാത്രം എന്റെ വീഡിയോ കണ്ടാൽ മതി എന്ന ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ദിയക്ക് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വാക്കുകൂടി കേട്ടോക്കാം. സ്വിഗ്ഗി വന്നു. നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് സ്വിഗ്ഗി വന്നത്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയത്. കാരണം അശ്വിന്റെ കയ്യിൽ ഓമിക്കുട്ടൻ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ തുണി തേച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്റെയൊക്കെ വ്ളോഗിന്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സിസ്റ്റേഴ്സിന്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിന്റെ ഒക്കെ അടിയിലോ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പൊ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നും പറഞ്ഞ് നമ്മളിപ്പോ അവരുടെ വീട്ടിന്റെ പുറത്തിറങ്ങി ചെന്ന് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിന്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യം ഒരു ബിഗ്ഗസ്റ്റ് ഫാനാ. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ആളുടെ വീട്ടിൽ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതേപോലെ ഇപ്പൊ എന്നെന്നല്ല, ഏതൊരു യൂട്യൂബറോ ഏതൊരു പബ്ലിക് ഫിഗറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ, നമുക്കിപ്പോ ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ മോളിൽ സാധനം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് ചാനൽ ടു ബി എന്നൊക്കെ അടിച്ചിട്ടാ പിന്നെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. മനസ്സിലായില്ലേ? ഓക്കെ. ആരുടെയും വീട്ടിൽ പുറത്ത് പോയി നിങ്ങൾ കല്ലെറിയാൻ നിൽക്കണ്ട. നിങ്ങൾ ആരെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ ക്ഷണിക്കാതെ നിങ്ങൾ അവിടെ പോയി കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് പൊട്ടന്മാരാവാൻ പോകുന്നത്. ദിയയുടെ വാക്കുകളാണ് കേട്ടോ ഇതെല്ലാം. എന്താണ് ദിയ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ആരെയും എന്റെ വീഡിയോ കാണാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചിട്ടുമില്ല, ക്ഷണിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വിമർശിക്കാനാണെങ്കിൽ എന്റെ വീഡിയോ ആരും കാണണ്ട. ഇതാണ് ദിയ ഉദ്ദേശിച്ചത്. എന്റെ പൊന്നു ദിയ, ആരും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒളിക്യാമറ വെച്ച് പകർത്തിയ ദൃശ്യങ്ങളൊന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയയിലുള്ളത്. നിങ്ങൾ തന്നെ സ്വന്തമായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളല്ലേ. സോ ആ വീഡിയോയിൽ എന്തെല്ലാം കാണിക്കുന്നു, എന്തെല്ലാം പറയുന്നു, അതിന്റെയൊക്കെ
പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ എല്ലാവരും കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കണ്ടാൽ മതി എന്ന് വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. പബ്ലിക് വീഡിയോ ആണോ, എന്നാൽ എല്ലാവരും കാണും. അഭിപ്രായം പറയാൻ തോന്നിയാൽ അഭിപ്രായം പറയുകയും ചെയ്യും. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനൊക്കെ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കുക, സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒട്ടുമിക്ക ആളുകളുടെയും സംസാരം വളരെ മോശമാണ്. ദിയെ തന്നെ എന്തൊക്കെയാണ് വിളിച്ചു പറയാറുള്ളത് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടവരൊന്നും അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ എന്നെ കുഞ്ഞിനെ ആരും എടുക്കാൻ പാടില്ല തുടങ്ങിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിരുന്നല്ലോ റീസെന്റ് ഈ പറഞ്ഞ ദിയ കൃഷ്ണ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ദിയോട് പറയാനുള്ളത്, ഇതൊക്കെ പബ്ലിക്കിലേക്ക് ഇടുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമല്ലോ. അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് പ്രശ്നമായി തോന്നാത്ത കാര്യത്തെ പിന്നീട് ആളുകൾ കണ്ടു കഴിയുമ്പോൾ അവർക്ക് വിമർശിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും അവിടെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. അപ്പൊ ഇപ്പൊ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് മൈ വ്ളോഗ് ഫോർ യു ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ സേസ് ഡോണ്ട് അപ്ലോഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ മാത്രമല്ല എന്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പൊ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാം, ഫേക്ക് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത്, എനിക്ക് വീഡിയോ ഇട്ട്, എനിക്ക് എഡിറ്റ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം. മനസ്സിലായില്ലേ? ബിക്കോസ് അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മായാജാലം പിടിച്ചൊരു ലോകം. എന്റെ ദേക്കുട്ടിക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര ഫേക്കായി നിന്നാലും യഥാർത്ഥ സ്വഭാവം എന്തായാലും ഇടയ്ക്കിടെ പുറത്തു വരും. ഇനിയിപ്പോ നിങ്ങൾ ബാഡ് സൈഡ് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാമെന്ന് വെച്ചാൽ പോലും അതിന് ബാഡ് സൈഡ് ഏതാ ഗുഡ് സൈഡ് ഏതാന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ദിയക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടെ ഏറി കയറുന്നത്. സ്വയം എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരം നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അഹങ്കാരം കാണിച്ചാലും അതൊക്കെ നോർമലാണ്. അല്ലെങ്കിൽ എനിക്ക് അതെല്ലാം കാണിക്കാമെന്നുള്ളൊരു മൈൻഡാണ് നിങ്ങൾക്ക്. സോ നന്മമരമാവാൻ വേണ്ടി എത്രയൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഏറെ കേരള വകുപ്പ് അതിലൊക്കെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അതായത് ഏറെ കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കാൻ വേണ്ടി ഒരാളെ സെറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന എല്ലാ വ്ളോഗേഴ്സും എന്താ പറയാ യൂട്യൂബേഴ്സും, നിങ്ങളിപ്പോ അവരെ കണ്ടിട്ട് നമ്മളിപ്പോ വന്നിട്ട് നിങ്ങൾ അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായത്? നമുക്ക് ആരെയും പേഴ്സണലി നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അവർ എന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ, അതേ ഈ ഔട്ട്സൈഡ് ലോകത്തിന് അറിയാവുള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അങ്ങനെ പറ. അപ്പൊ സമ്മതിച്ചല്ലോ അല്ലേ? ഇനി മാറ്റി പറയരുത് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് റിയൽ ലൈഫിലും എന്നാണ് പറഞ്ഞത്. വെറുതെ അല്ല അൺലിമിറ്റഡ് ആയിട്ട് ഏറി കയറുന്നത്. ഇതല്ലേ കയ്യിലിരിപ്പ്. ബാക്കി പറഞ്ഞട്ടെ. എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ നേരിട്ട് കണ്ടുള്ള ഒരാൾ പോലും എന്റെ അടുത്ത് പിന്നീട് ഉണ്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ പേഴ്സണലി നോ മൈ സെൽഫ്. ഐ എം എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാവരും ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റുന്നവരൊക്കെ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അത് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയായിരിക്കും. ഇത് ഞാൻ ഒരു എന്താ പറയാ, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്. പക്ഷെ ഐ എം ജസ്റ്റ് ട്രൈങ് ടു മേക്ക് തിങ്സ് ക്ലിയർ ഓർ ജസ്റ്റ് ഗിവ് എ ക്ലോഷർ ടു ദ പീപ്പിൾ who just randomly coming in, ഈ കമന്റ് ഇട്ടിങ്ങനെ മോശമായിട്ട്. ഇപ്പൊ അശ്വിന്റെ ആയാലും എന്റെ ആയാലും നമ്മുടെ ഫാമിലി ലൈഫിൽ ലൈക്ക് ടച്ച് വുഡ് വി ലൈക്ക് വെരി ഹാപ്പി. നമ്മള് ഓമിക്കുട്ടനായാലും നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫായിട്ട് വി ആർ ലീഡിങ് വെരി ഹാപ്പിലി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി ലൈഫിലായാലും ഇപ്പൊ എന്റെ ഫാമിലിയിലായാലും അശ്വിന്റെ ഫാമിലിയിലായാലും ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോളിയാണ്. ഈ വന്ന് കമന്റ് ഇടുന്നവരാണോ അവര് കരഞ്ഞു ഇവര് കരഞ്ഞു, അവരെ മൈൻഡ് ചെയ്തില്ല ഇവരെ മൈൻഡിലെന്ന് പറഞ്ഞു. ഓഫ് ദ ക്യാമറ വി ആർ ഓൾ ഹാപ്പി. നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? ശരി. അപ്പൊ തൊട്ടു മുമ്പിൽ ദിയ പറഞ്ഞത് വ്ളോഗിൽ കാണിക്കുന്നത് തന്നെയാണ് എന്റെ യഥാർത്ഥ സ്വഭാവം, ഇത് തന്നെയാണ് എന്റെ യഥാർത്ഥ ജീവിതം എന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്താണ് മാറ്റി പറയുന്നത്? വ്ളോഗിൽ കാണുന്ന പോലെ അല്ല എത്ര ജീവിതം. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ എല്ലാവരോടും ഒടുക്കത്തെ സ്നേഹമാണ് പോലും. സാധാരണ നേരെ തിരിച്ചാണ് ഉണ്ടാവാറുള്ളത്. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒടുക്കത്തെ സ്നേഹവും, ഓഫ് ആക്കി കഴിഞ്ഞാലോ പിന്നെ അടിയും പിടിയും. ഇവിടുത്തെ യൂഷ്വലി ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണല്ലോ പൊതുവെ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്. എന്തായാലും അശ്വിനും ഫാമിലിയുമായിട്ടൊക്കെ താൻ ഒടുക്കത്തെ സ്നേഹത്തിലാണ് കഴിയുന്നത് എന്നൊക്കെയാണ് ദിയ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ആളുകൾ നിങ്ങളുടെ വീഡിയോയിലെ കാണുന്നുള്ളൂ. വീഡിയോയിൽ ദിയയും ദിയന്റെ കുടുംബവും അശ്വിന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് പരിഗണന കൊടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. സോ വീഡിയോയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഇതിനേക്കാളും പരിതാപകരമായിരിക്കുമല്ലോ അവസ്ഥ എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. സോ അങ്ങനെയല്ല, വീഡിയോയിൽ അഹങ്കാരവും പുച്ഛവും ഒക്കെ ആണെങ്കിലും റിയൽ ലൈഫിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആണെന്നൊക്കെ ദിയ പറയുമ്പോൾ അല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സന്തോഷമായി. ബാക്കി പറഞ്ഞാലും അവിടെ ഞാൻ ഇപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു റിയൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് ഞാൻ ഇങ്ങനെ തന്നെയാണ്. കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ അവരെ വെച്ച് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫിൽ വേറെ ബിഹേവിയറും ക്യാമറയുടെ മുമ്പിൽ വന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുന്ന ചിലവരെ എനിക്കറിയാം.
പേഴ്സണലി എനിക്കറിയാം, മനസ്സിലായില്ല. അപ്പൊ എനിക്ക് അതുപോലെ ആവും ഇതുപോലെ ആവുമെന്ന് എന്റെ അടുത്ത് ദേവി ആരും പറയരുത് പ്ലീസ്. അങ്ങനെ അവരെ പോലെ ആക്കി ഇവരെ പോലെ ആകുന്നൊന്നും ദിയനോട് ആരും പറയുന്നില്ലല്ലോ. എന്റെ ദിയക്കുറ്റി വേറെ ആരെയും പോലെ ആവണ്ട, സ്വയം വന്ന് നന്നായാൽ മാത്രം മതി. അതിനെ പറ്റുമോ ദിയക്കുട്ടിക്ക്? എവിടെ അല്ലേ? അങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൂലല്ലോ. എനിക്ക് എന്നെ സ്വഭാവം മാറ്റാൻ പറ്റൂല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടാൽ മതി എന്നൊന്നും പറയൂലല്ലോ അല്ലേ? ബാക്കി പറഞ്ഞാലും കമ്പയർ മീ വിത്ത് എനിബഡി. ഐ ഹാവ് മൈ ഓൺ എനർജി. ഐ പേഴ്സണലി നോ മൈ സെൽഫ്. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ പണ്ടും ഇന്നും ഇനി എന്നും സഹായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്നും ഐ വോണ്ട് ദിസ് എനർജി ടു ബി വിത്ത് മീ. അതേപോലെ തന്നെ ഇപ്പൊ ആഹാനെ ആയിക്കോട്ടെ, ഈശാനെ ആയിക്കോട്ടെ, ഹൻസിക ആയിക്കോട്ടെ, ഇവരെയൊക്കെ പേഴ്സണലി അറിയാമെന്നുള്ളവർക്ക് അറിയാം. ദേ ആർ ഓൾ ഗുഡ് ഹ്യൂമൻ ബീങ്സ്. അതെ, വെരി ഗുഡ് ഹ്യൂമൻ ബീങ്സ് തന്നെ. ലോകത്തിൽ തന്നെ ഇത്ര നല്ല മനുഷ്യന്മാർ വേറെ ഉണ്ടാവില്ല. ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല, പകരം ഞാനൊരു കമന്റ് വായിച്ചുതരാം. പിന്നെ ഗുഡ് ഹ്യൂമൻസ് ഒക്കെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെയും അവരുടെ വീട്ടുകാരെയും ബോഡി ഷേമിങ് ചെയ്യുന്നവരാണല്ലോ. ഗുഡ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് അമ്മുമ്മയെ കൈ നീട്ടി അടിക്കാൻ പോകുന്നവളാണോ? ഗുഡ് ഹ്യൂമൻസ് സ്വന്തം കൊച്ചുമോന്റെ പിറന്നാളിന് നിന്ന് ഗ്രാൻഡ് പാരന്റ്സിനെ ഒഴിവാക്കി നിർത്തുന്ന ആളാണോ? കഷ്ടം. നീയൊക്കെ കോളേജ് ടൈമിൽ ഓരോരുത്തരെ ബോഡി ഷേമിങ് ചെയ്തതിന് നിനക്കൊക്കെ ദൈവം തരും, അതിനെ അനുഭവിക്കും നീയൊക്കെ. എന്താണ് ദിയ ഗുഡ് ഹ്യൂമൻ ബീങ്സ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കാർക്കിച്ച് തുപ്പാണല്ലോ. ദിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, എല്ലാവരും അത്ര പെർഫെക്റ്റ് ഒന്നല്ല. എല്ലാവർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്, എല്ലാവർക്കും തെറ്റും പറ്റും. അങ്ങനെ തെറ്റ് പറ്റുന്ന സമയത്ത് ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ അതൊന്നും അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. അപ്പൊ ആളുകൾ പറയും ഇവരെ ഗുഡ് ഹ്യൂമൻ ബീങ്സ് ആണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ വീഡിയോ കണ്ടാൽ മതി എന്നൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ഗുഡ് ഹ്യൂമൻ ബീങ്സ് ആണെന്ന് ആർക്കും തോന്നൂല. പറഞ്ഞാൽ മനസ്സിലായോ? അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും എല്ലാവർക്കും അവരുടേതായ ഗുഡ് സൈഡ് ഉണ്ട്, ബാഡ് സൈഡ് ഉണ്ട്. അതേപോലെ ഈ കമന്റ് ഇടുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് സൈഡ് ബാഡ് സൈഡ് ഉണ്ട്. ഈ കമന്റ് ചെയ്ത് നമ്മൾ ഈ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ സ്വയം നമ്മൾ പോയിന്റ് ചെയ്യുക, ആം ഐ എ ഗുഡ് പേഴ്സൺ, ആം ഐ പെർഫെക്റ്റ്? ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് അപ്പുറത്തെ ഒരാളെ തെറി പറയാൻ പറ്റത്തുള്ളൂ, മനസ്സിലായി? അപ്പൊ നമ്മളൊരു റോങ് കമന്റ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ആം ഐ ബീങ് കൈൻഡ് ഇനഫ്? ഇസ് ദിസ് കമന്റ് നെസസറി? ആം ഐ ഗെയിനിങ് എനിത്തിങ് ഗുഡ് ഔട്ട് ഓഫ് ഇറ്റ്? ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ലോകത്ത് ആരെയും തെറി വിളിക്കാനോ കുറ്റം പറയാനോ തോന്നത്തില്ല, മനസ്സിലായില്ലേ? ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ ജസ്റ്റ് ഡോണ്ട് വാച്ച് മൈ വ്ലോഗ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് നിങ്ങളോടും ദേഷ്യമില്ല, ലൈക്ക് എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരായാലും എന്താ പറയാ, എന്റെ നല്ലത്, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്റെ വ്ലോഗിലൂടെ ആയാലും ചിലപ്പോ അറിയാതെ പോലും എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടാവാം. എന്റെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്നവരാണ് എനിക്ക് ആക്ച്വലി അറിയേണ്ടത്. അതെന്താ ആരും ചെയ്യാത്തതാണ് അറിയാത്തത്. അതിന് നല്ല കാര്യം വല്ലതും കാണേണ്ട ദിയ, എന്നാലും അതൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നല്ലത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നല്ലത് പറയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ദിയ ഈ പറയുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണെങ്കിലും കമന്റ് ഇടുന്നവരാണെങ്കിലും എല്ലാവരും ഒരു സമയത്ത് ദിയയെയും ഫാമിലിയും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതെപ്പോഴാണെന്ന് അറിയോ? നിങ്ങളുടെ ജോലിക്കാർ തന്നെ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഈ പറയുന്ന സകല ആളുകളും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരാണ്. ഞാനടക്കം ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും ദിയ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പ്രസവ സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ഈ പറഞ്ഞ റിയാക്ഷൻ വ്ളോഗേഴ്സ് അടക്കമുള്ള ആളുകൾ ദിയയുടെ കൂടെ നിന്നവരാണ്. അതെല്ലാം ദിയ എത്ര പെട്ടെന്ന് മറന്നു. സോ എല്ലായ്പ്പോഴും എല്ലാവരും ഞങ്ങളെ വിമർശിക്കുകയാണെന്ന് മാത്രം പറയരുത്. വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ബാക്കി പറഞ്ഞാലും റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൾവേസ് നെഗറ്റീവ്. നോ, ക്യാൻ ബി പോസിറ്റീവ് ഓൾസോ. ഐ നോ നെഗറ്റിവിറ്റിക്കാണ് കയ്യടി കൂടുതൽ കിട്ടുന്ന, വ്യൂ കിട്ടുന്ന. ഫസ്റ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതേ ഉള്ളൊരു വഴി, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്നെ പറ്റി നല്ല, നിങ്ങൾ മോശം പറയുന്ന എല്ലാവരെയും പറ്റി ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കാൻ പറ്റുമോ അവരുടെ ലൈഫിൽ? എന്നാൽ അവരെ പറ്റി ഒരു പോസിറ്റീവ് റിയാക്റ്റീവ് വീഡിയോ ഇടുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ദാറ്റ് വുഡ് ബി നൈസ് ടു, റൈറ്റ്? വൈ ബി സോ റൂഡ്? വൈ ബി സോ ക്രൂവൽ? നമ്മുടെ ലോകം ഇപ്പൊ അങ്ങനെയായി മാറിയിരിക്കുക. സോ ലെറ്റ്സ് ഓൾ ബി മോർ കൈൻഡ് ആൻഡ് ലവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. ആരായാലും എന്തായാലും, ഒരു ആണായാലും പെണ്ണായാലും വയസ്സായ ആളായാലും നമ്മളെ അവര് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. എന്നുണ്ടെങ്കിൽ ഡോണ്ട് കമന്റ് എനിത്തിങ്, മനസ്സിലായില്ലേ? നല്ലത് കമന്റ് ചെയ്യണമെന്നില്ല, ആരുടെയും ഒന്നിന്റെ അടിയിൽ നിങ്ങൾ നല്ലത് കമന്റ്, ബിക്കോസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ആർക്കും നല്ലത് കൊടുക്കണ്ട. പക്ഷെ ഫ്രീ ആയിട്ട് മോശം കൊടുക്കാമെങ്കിൽ നല്ലതും കൊടുക്കാമല്ലോ, അത്ര ചിന്തിച്ചാൽ മതി, മനസ്സിലായില്ലേ? സോ യാ, let's all end this video in a very positive note. എന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാവരോടും I love you all so much. Thank you so much for supporting me all these years. Thank you so much for supporting my family. എല്ലാവർക്കും, എന്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഇന്നും സ്നേഹിച്ച് നിൽക്കുന്നവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ലെറ്റ്സ് ട്രൈ ഡൂയിങ് പോസിറ്റീവ് വീഡിയോസ്. ഇപ്പോൾ ദിയ കൃഷ്ണ ജീവിതത്തിൽ എന്തൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്താലോ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. വ്യൂ കുറവായിരിക്കും, എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നവർ ചിലപ്പോൾ കുറവായിരിക്കാം. ബട്ട് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. മേ ബി you will also get some positive energy out of it. So let's all be kind to everybody.
അല്ല ബാബേട്ട, നിങ്ങളെപ്പോഴാണ് ഇത്രയും വലിയ നന്മമരായത്? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ദിയ തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോയി. നന്മ എങ്ങനെ ഒഴുകാണില്ലേ, ബഹല്ലാത്ത ജാതിഷ്ട. സ്വന്തം കുടുംബത്തോട് പോലും നല്ലപോലെ പെരുമാറാത്ത ടീംസാണ് മറ്റുള്ളവരെ പെരുമാറ്റം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അല്പത്തരം അലങ്കാരമാക്കിയ ആൾക്കാരാണ് ആളുകളെ ഉപദേശിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത്. ഇതൊക്കെ കേട്ടാലുണ്ടല്ലോ ആളുകൾ കാർക്കിച്ച് തുപ്പും. സൂക്ഷിച്ചോ. പറഞ്ഞില്ലെന്ന് വേണ്ട, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.